Dear students, Travel and Tourism, Vocational Practical, Volume 5-ലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ 4 ക്ലാസ്സുകളായി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ഒരു ഐറ്റിനറി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഐറ്റിനറി കോസ്റ്റിംഗ് എങ്ങനെ ചെയ്യാം, അതുപോലെ ഒരു ഹാൻഡ് മെയ്ഡ് ബ്രോഷർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ ഒരു ചാർട്ട് പ്രിപ്പറേഷൻ, ഫോറിൻ ലാംഗ്വേജ് വേർഡ്സും കുറച്ച് ഫ്രേസസും ഉൾപ്പെട്ട ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായി പഠിച്ചത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അസൈൻമെന്റ്സും ഹോംവർക്കും ഒക്കെ നിങ്ങൾക്ക് നൽകിയിരുന്നു. അത് ഫോട്ടോ എടുത്ത് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഫോട്ടോഷോപ്പ് എന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ ചെയ്യാൻ വളരെ താല്പര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഹാൻഡ് മെയ്ഡ് ബ്രോഷർ, അപ്പൊ ബ്രോഷറിനെ കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഒരു ഹാൻഡ് മെയ്ഡ് ബ്രോഷറാണ് ചെയ്തത്. സെയിം ബ്രോഷർ കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാനാണ് പഠിക്കാനുള്ളത്. അപ്പൊ അതിന് നമ്മൾ ആദ്യം അറിയേണ്ടത് ഫോട്ടോഷോപ്പ് എന്താണെന്ന് അറിയണം. ഫോട്ടോഷോപ്പ് ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിനെ ബേസിക് ആയിട്ട്, അതിന്റെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതൊരു ഇമേജ് എഡിറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് നമുക്ക് വിളിക്കാം ഫോട്ടോഷോപ്പിനെ. അപ്പൊ എഡിറ്റിംഗ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ അല്ലെങ്കിൽ ഇമേജിന്റെ കളർ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് കളർ വ്യത്യാസപ്പെടുത്താം, സൈസ് വേരി ചെയ്യാം, അതിന്റെ പൊസിഷൻ ഒക്കെ മാറ്റാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ്. അത് മാത്രമല്ല, ഇതൊരു മൾട്ടിപർപ്പസ് സോഫ്റ്റ്വെയർ കൂടിയാണ്. മൾട്ടിപർപ്പസ് എന്ന് പറഞ്ഞാൽ വിവിധ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഈ സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ന്യൂസ് പേപ്പറിന്റെ ലേഔട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു നോട്ട്ബുക്കിന്റെ ഫ്രണ്ട് പേജ് നമുക്ക് ഇതിലൂടെ ചെയ്തെടുക്കാം. നമുക്കറിയാം ഒരു ബ്രോഷറാണ് പഠിക്കാനുള്ളത്. അപ്പൊ ബ്രോഷർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഹാൻഡ് മെയ്ഡ് ബ്രോഷർ ചെയ്തപ്പം എല്ലാവരും കണ്ടതാണ്. അതിൽ ഫോട്ടോസ് ഉണ്ട്. നമ്മൾ ഫോട്ടോസ് അതിൽ ഒട്ടിച്ചാണ് ചെയ്തത്. അതിന് കുറെ റൈറ്റിംഗ്സ് ഉണ്ട്. കളർഫുൾ ആയിട്ടാണ് ചെയ്തത്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ഫോട്ടോഷോപ്പിലൂടെ ക്രിയേറ്റ് ചെയ്യാനാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ? നമുക്ക് കമ്പ്യൂട്ടറിൽ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ബേസിക് ആയിട്ട് ഒരു സിമ്പിൾ സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഒരു ബ്രോഷർ പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിലെ സ്ക്രീനിൽ കാണാം. അതിൽ ന്യൂ എടുത്ത് അഡോബ് ഫോട്ടോഷോപ്പ് ക്ലിക്ക് ചെയ്യുക. ഒരു ഐക്കോൺ ക്രിയേറ്റ് ആയി. ഇവിടെ ബ്രോഷർ എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അഡോബ് ഫോട്ടോഷോപ്പ് 7.0 എന്ന വേർഷനാണ് ഇത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പേജ് ഓപ്പണായി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ബ്രോഷർ പ്രിപ്പയർ ചെയ്യേണ്ട പേജിൻ്റെ സൈസാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. സെൻറ്റിമീറ്റേഴ്സിലാണ്. ഇവിടെ വിഡ്ത്ത് 14 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് 20 സെൻറ്റിമീറ്റേഴ്സ് അതാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കൊടുത്ത സൈസ് അനുസരിച്ചുള്ള ഒരു പേജ് ഓപ്പണായി വന്നു. ഈ സ്ക്രീനിലാണ് ഫോട്ടോഷോപ്പിൻ്റെ ഡിസൈൻസും ഇമേജസും റൈറ്റിങ്സും ഒക്കെ നൽകേണ്ടത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ ടൂൾസ്. ടോപ്പിൽ മെനു ആൻഡ് റൈറ്റ് സൈഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോഷോപ്പ് ചെയ്യാനുള്ള ലേയേഴ്സ്. ഓരോ എൻട്രികളും നമ്മുടെ മെയിൻ ഷീറ്റിൽ നൽകുമ്പോൾ അല്ലെ പിക്ചേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതെല്ലാം ഓരോ ലേയേഴ്സായിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ആകുന്നത്. ഈ ലേയേഴ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണം അതത് ഫോട്ടോസിലും ഇതിലെ റൈറ്റിങ്സും എഡിറ്റ് ചെയ്യാനും
പൊസിഷൻ ചേഞ്ച് ചെയ്യാനും. കുറച്ച് ടൂൾസ് നമുക്ക് പരിചയപ്പെടാം. സിമ്പിളായിട്ടുള്ള ടൂൾസ് മാത്രമേ ഇവിടെ ഇന്ന് ഉപയോഗിക്കുന്നുള്ളൂ. തീരെ കുറച്ച് ടൂൾസ് ഈ ബ്രോഷർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം. ഇത് റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ. നമ്മളിവിടെ കൊടുക്കുന്ന റൈറ്റിങ്സിന് വേണ്ടി ആണ് റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ ഉപയോഗിക്കുന്നത്. അടുത്തത് മൂവ് ടൂൾ. ഇതിൽ നൽകുന്ന ഇമേജസും സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ ഷിഫ്റ്റ് ചെയ്യാനും പൊസിഷൻ കറക്റ്റ് ആക്കാനുമാണ് മൂവ് ടൂൾ ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂളിലാണ് ഇന്നിവിടെ ആഡ് ചെയ്യുന്നത്. വെർട്ടിക്കൽ ടൈപ്പിലും ആഡ് ചെയ്യാവുന്നതാണ്. ഗ്രേഡിയൻ ടൂൾ. ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്ത് ഡിസൈനായിട്ട് 2-3 കളേഴ്സായിട്ട് ചേർന്നുള്ള ഒരു ഗ്രേഡിയൻ ടൂളാണത്. ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ആഡ് ചെയ്യാനായിട്ടാണ്. ബ്രഷ് ടൂളുണ്ട്. വിവിധ തരം ഡിസൈനുകൾ ഫ്രണ്ട് പേജിൽ ക്രിയേറ്റ് ചെയ്യാനാണ് ബ്രഷ് ടൂൾ ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്യാനായിട്ടാണ്. ഈ പേജിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. സിംഗിൾ കളറായിട്ട് കൊടുക്കാം, അല്ലെ ഒരു മൾട്ടി കളറായിട്ടും കൊടുക്കാം. സിംഗിൾ കളറായിട്ട് കൊടുക്കാനായിട്ട് പെയിന്റ് ബക്കറ്റ് ടൂളാണ് സെലക്ട് ചെയ്യുന്നത്. സിംഗിൾ കളർ കൊടുക്കാൻ പെയിന്റ് ബക്കറ്റ് ടൂൾ. ആരോ നിങ്ങൾ ശ്രദ്ധിക്കുക. പെയിന്റ് ബക്കറ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വേണ്ട കളർ താഴെയുള്ള ആ കാർഡിൽ നിന്ന് കളർ സെലക്ട് ചെയ്യാം. ലൈറ്റ് കളേഴ്സാണ് എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ സൂട്ടബിൾ ആയിട്ടുള്ളത്. പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കളർ അവിടെ ഫില്ലായി കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഗ്രേഡിയൻ ടൂൾ ഉപയോഗിക്കാം. അപ്പോൾ ഒരു മൾട്ടി കളർ ക്രിയേറ്റ് ആവും. ഗ്രേഡിയൻ കളറിൽ വിവിധ ഷെയ്ഡുണ്ട്. അതിലൊരു ഷെയ്ഡ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്ത് ആ ലൈൻ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ പേജിൽ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ആയി കഴിഞ്ഞു. ഈ ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ പുറത്താണ് മറ്റ് പിക്ചേഴ്സും റൈറ്റിങ്സും ഒക്കെ നമ്മൾ ഇതിലാണ് കൊടുക്കുന്നത്. ആദ്യം റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ സെലക്ട് ചെയ്തു. ടോപ്പ് പേജിലുള്ള ഹെഡിങ് കൊടുക്കാനായിട്ട് അവിടെ സെലക്ഷൻ നമ്മൾ ഡ്രാഗ് ചെയ്തു. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ഹൊറിസോണ്ടലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റിൻ്റെ സൈസും ഫോണ്ടും സെലക്ട് ചെയ്തു. നമ്മൾ വേർഡിലൊക്കെ ചെയ്യുന്ന പോലെ സൈസ് ആൻഡ് ഫോണ്ട് ഏത് സൈസ് വേണം. അതുപോലെ പല ഫോണ്ടിലുള്ള ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഫോണ്ട് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കളർ സെലക്ട് ചെയ്തു. കൊച്ചിൻ തേക്കടി എന്ന ഹെഡിങ് ആണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ അനുസൃതമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് കളർ കൊടുക്കണം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് മൂവ് ടൂൾ സെലക്ട് ചെയ്യുക. മൂവ് ടൂൾ ഉപയോഗിച്ച് ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആക്കാവുന്നതാണ്. ഈ ഹെഡിങ്ങിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യുന്നത് മൂവ് ടൂൾ ഉപയോഗിച്ചാണ്. നെക്സ്റ്റ് വീണ്ടും റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ സെലക്ട് ചെയ്തു. സ്ക്രീനിൽ ഡ്രാഗ് ചെയ്തു. നെക്സ്റ്റ് ഇതിൽ നമ്പർ ഓഫ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ആണ് ടൈപ്പ് ചെയ്യാനുള്ളത്. വീണ്ടും ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് അതിന് വേണ്ട സൈസും ഫോണ്ടും ചേഞ്ച് ചെയ്ത് കൊടുത്ത് കളർ സെലക്ട് ചെയ്ത് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓരോ സെൻറ്റൻസിനും ഡിഫറെൻറ്റ് കളേഴ്സ്. കാരണം ബ്രോഷേഴ്സിൽ കളർഫുള്ളായിട്ട് ചെയ്യാനായിട്ട് പല കളേഴ്സ് സെലക്ട് ചെയ്യാം. 4 days and 3 nights എന്ന് ടൈപ്പ് ചെയ്ത് മൂവ് ടൂൾ അഗെയിൻ സെലക്ട് ചെയ്ത് അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആകാം. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ലെയേഴ്സ് ഇൻക്രീസ് ആയി വരുന്നുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ
ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഓരോ ലൈൻ അനുസരിച്ചുള്ള ലെയേഴ്സ് ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. ഇനി ചേഞ്ചസ് ഇതിൽ വരുത്തണമെങ്കിൽ ലെയേഴ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണം ചേഞ്ചസ് വരുത്താൻ. ഇനി ഫോട്ടോസാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. ഫയൽ എടുത്ത് ഓപ്പൺ എടുത്ത് ഇതിൽ ഓൾറെഡി കുറച്ച് ഫോട്ടോസ് സേവ് ചെയ്തിട്ടിട്ടുണ്ട് ഈ കമ്പ്യൂട്ടറിൽ. നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് സേവ് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നുള്ള ആവശ്യമുള്ള പിക്ചേഴ്സ് നമുക്ക് ഈ പേജിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ കൊച്ചിനാണ് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. സോ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ഉള്ള ഒരു പിക്ചർ എടുത്ത് ഓപ്പൺ ചെയ്തു. രണ്ട് രീതിയിൽ ഈ പിക്ചർ നമ്മുടെ പേജിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഒന്ന് ക്രോപ്പ് ചെയ്യാം. ക്രോപ്പിംഗ് മീൻസ് ഈ ഒറിജിനൽ പിക്ചറിൽ നിന്ന് ആവശ്യമുള്ള പോർഷൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ബ്രോഷറിലോട്ട് ഇടുന്നു. ഓർ ഈ ഫുൾ പിക്ചർ ആസ് ഇറ്റ് ഈസ് പേജിലോട്ട് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ ചെയ്യുന്ന ഈ ബ്രോഷർ പ്രിപ്പറേഷനിൽ ഫുൾ പിക്ചർ ഇമ്പോർട്ട് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ക്രോപ്പിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ, ക്രോപ്പ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞു. ഇത് നമ്മൾ ഡിസ്കാർഡ് ചെയ്തിട്ട് ഫുൾ പിക്ചർ പേസ്റ്റ് ചെയ്യുന്ന ആ പോർഷനിലോട്ട് കിടക്കാം. അഗെയിൻ സെയിം ഫിഷിംഗ് നെറ്റിൻ്റെ പിക്ചർ എടുത്തു. ഈ പിക്ചർ ആസ് ഇറ്റ് ഇസ് മൂവ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് നമ്മുടെ പേജിലോട്ട് മാറ്റിക്കഴിഞ്ഞു. കൺട്രോൾ T എന്ന കീ ഉപയോഗിച്ച് ആ പിക്ചറിന് സെലക്ഷൻ വരുത്തി ആ സെലക്ഷനിൽ ആ പിക്ചറിൻ്റെ സൈസ് നമ്മുടെ പേജിന് അനുസൃതമായി ആ സൈസ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. കൺട്രോൾ T ആണ് സെലക്ഷന് വേണ്ട ഷോർട്ട് കട്ട് കീ. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ആ പിക്ചർ അവിടെ പേസ്റ്റ് ആകുന്നതാണ്. ഇനിയുള്ള റൈറ്റിംഗ്സ് നൽകുന്നതിന് റെക്ടാങ്കുലർ മാർക്ക് ടൂൾ വീണ്ടും സെലക്ട് ചെയ്യുന്നു. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ ആണ് സെലക്ട് ചെയ്യുന്നത്. ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കളർ ആൻഡ് സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് കൊടുക്കുന്ന റൈറ്റിംഗ് ഡിസ്കവർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ എന്ന ഒരു റൈറ്റിംഗ് ഇവിടെ കൊടുത്തു. സൈസ് നമുക്കതിൽ കാണാം, സൈസ് ശകലം ചെറുതാണ്. അപ്പോൾ സൈസ് ശകലം ഇൻക്രീസ് ചെയ്യുന്നു. മൂവ് ടൂൾ ഉപയോഗിച്ച് പൊസിഷൻ കറക്റ്റ് ആക്കുന്നു. മെനു ബാറിൽ റാപ്പ് ടെക്സ്റ്റ്, ക്രിയേറ്റ് റാപ്പ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേർഡിങ്ങിൻ്റെ ഷേപ്പ് നമുക്ക് മാറ്റിയെടുക്കാം. ഇതിൽ ആർച്ചാണ് സെലക്ട് ചെയ്യുന്നത്. ഫ്ലാഗ് ഷേപ്പ്, സൂമിങ് ഷേപ്പ്, ഇങ്ങനെ വ്യത്യസ്തമായ ഷേപ്പുകൾ ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ ആർച്ചാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈസ് അനുസരിച്ച് ആർച്ചിൻ്റെ കേർവ് അഡ്ജസ്റ്റ് ചെയ്യാം.
സെൻട്രലൈസ് ചെയ്യാനും ഒക്കെ മൂവ് ടൂൾ ആണ് ഉപയോഗിക്കുന്നത്. മൂവ് ടൂൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ലെയർ, പർട്ടിക്കുലർ ലെയർ ക്ലിക്ക് ചെയ്യുക, മൂവ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് സെൻട്രലൈസ് ചെയ്യാവുന്നതാണ്, അല്ല അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ലെയേഴ്സ് ഉപയോഗിച്ച് പിക്ചറും പൊസിഷൻ കറക്റ്റാക്കി നെക്സ്റ്റ് ലൈനിന് വേണ്ടി റെക്ടാങ്കുലർ മാർക്ക് ടൂൾ സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് ഫോണ്ട് സൈസ് ആൻഡ് കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തു. അവിടെ ടൂർ കമ്പനിയുടെ പേരാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കവർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ വിത്ത്, ഇവിടെ റോയൽ ടൂർസ് എന്ന കമ്പനിയുടെ പേരാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കളർ സെലക്ട് ചെയ്ത ശേഷം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വിത്ത് റോയൽ ടൂർസ്. ഇവിടെ ഈ ടൂർ കമ്പനിയുടെ ഒരു ലോഗോ ഉണ്ട്, അതും ഓൾറെഡി കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. ഫയൽ ഓപ്പൺ, സേവ് ചെയ്ത് ആ പൊസിഷനിൽ നിന്ന് റോയൽ ടൂർസ് എന്ന ലോഗോ ഓപ്പൺ ചെയ്തു. മൂവ് കീ ഉപയോഗിച്ച് നമ്മുടെ പേജിലോട്ട് ഡ്രാഗ് ചെയ്തു. കൺട്രോൾ ടി എന്ന ക്ലിക്ക് ചെയ്ത് കൺട്രോൾ ടി എന്ന കീ ഷോർട്ട് കട്ട് കീസ് ഉപയോഗിച്ച് ആ ലോഗോ സൈസിങ് കറക്റ്റ് ആക്കുന്നു. അതുപോലെ അത് മൂവ് കീ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം ഈ ബ്രോഷേഴ്സ് ഫ്രണ്ട് പേജ് നമ്മൾ ചെയ്യുമ്പോൾ വിവിധ പിക്ചേഴ്സ് നമ്മൾ പേസ്റ്റ് ചെയ്തിരുന്നു ഹാൻഡ് മെയ്ഡ് ബ്രോഷർ ചെയ്തപ്പോൾ. അപ്പോൾ ഇത് അതുപോലെ ഇവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചേഴ്സ് ഈ ഫ്രണ്ട് പേജിലോട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കൺട്രോൾ ടി എന്ന കീ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് സൈസ് കറക്റ്റാക്കി ബ്രോഷറിൻ്റെ ഫ്രണ്ട് പേജിൽ പേസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പിക്ചർ തേക്കടി. ഇപ്പോൾ കൊച്ചിൻ ഓൾറെഡി നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ബ്രോഷറിൻ്റെ ടോപ്പിൽ കൊച്ചിൻ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ചീനവല നമ്മൾ ഓൾറെഡി പേസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ തേക്കടിയാണ്. അപ്പോൾ തേക്കടിയുടെ ഒരു പിക്ചർ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരുന്ന ഒരു പിക്ചർ ഫ്രണ്ട് പേജിൽ പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ പേസ്റ്റ് ചെയ്യുമ്പോൾ ആ പിക്ചറിൻ്റെ പൊസിഷൻ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചേഴ്സിൻ്റെയും പൊസിഷൻ വീണ്ടും നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി കഥകളിയുടെ പൊസിഷൻ കറക്റ്റ് ചെയ്യണം. ലെയേഴ്സ് അതിൻ്റെ പർട്ടിക്കുലർ ലെയർ ക്ലിക്ക് ചെയ്യുന്നു. ലെയർ 4 ആണ് കഥകളി. അപ്പോൾ ലെയർ 4 ക്ലിക്ക് ചെയ്ത് ആ പിക്ചർ നമ്മൾ മൂവ് ചെയ്യുന്നു, സെൻറ്റർ ആക്കുന്നു.
അതുപോലെ ഇത്രയും പോർഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം വിത്ത് റോയൽ ടൂവേഴ്സ് എന്ന ക്യാപ്ഷൻ സെൻറ്റർ ആക്കിയാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അഗെയിൻ അതിന് വേണ്ട ലെയർ ക്ലിക്ക് ചെയ്ത് വിത്ത് റോയൽ ടൂവേഴ്സ് എന്ന വേർഡിങ് ബ്രോഷറിൻ്റെ സെൻറ്റർ പോർഷനിലോട്ട് മാറ്റുകയും അതിൻ്റെ ലോഗോ, അപ്പോൾ അതിൻ്റെ പർട്ടിക്കുലർ ലെയർ ക്ലിക്ക് ചെയ്ത് ആ റോയൽ ടൂർ എന്ന ലോഗോ സെൻട്രലൈസ് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഒറിജിനൽ പിക്ചേഴ്സ് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് ബ്രോഷറിൻ്റെ ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫ്രണ്ട് പേജ് പിക്ചേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എൻലാർജ് ചെയ്ത് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ചെയ്യാൻ സാധിക്കുന്നത് ബ്രോഷർ നമ്മൾ പല കളർ പേജസ് ഒട്ടിച്ചാണ് ഹാൻഡ് മെയ്ഡ് ബ്രോഷർ ചെയ്തത്. ഇവിടെ നമുക്ക് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഫോട്ടോഷോപ്പിൽ പല ഡിസൈൻസും ഉണ്ട്. നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് കളർ സെലക്ട് ചെയ്ത് പല ഡിസൈൻസും ഉണ്ട്. അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാം. പല പാറ്റേൺസ് ഉണ്ട്. ആ പാറ്റേൺ സെലക്ട് ചെയ്യുക. അതിൻ്റെ സൈസ് കുറച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ബ്രോഷറിൻ്റെ സൈസ് അനുസരിച്ച് വേണം ഡിസൈൻസിൻ്റെ സൈസ്. അല്ല, ഇതിൻ്റെ എഡ്ജസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡിസൈൻസ്, എൻ്റെ ബ്രോഷറിൽ നല്ല ഡിസൈൻസ് ക്രിയേറ്റ് ആകുന്നതാണ്. അതുപോലെ ഈ ബ്രഷ് ടൂളിൽ ഉപയോഗിച്ച് കളർ വീണ്ടും ചേഞ്ച് ചെയ്ത് പല ടൈപ്പ് പാറ്റേൺസ് അവൈലബിൾ ആണ്. അത് ആ ബ്രോഷറിന് അനുസരിച്ചുള്ള പാറ്റേൺസ് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് പാറ്റേൺസ് ബ്രോഷറിൻ്റെ ഡിസൈൻ കൊടുക്കാൻ പറ്റുന്ന പൊസിഷൻസിൽ ഡിസൈൻസ് അപ്ലൈ ചെയ്യുക. ഈ സെയിം മെത്തേഡ് ഉപയോഗിച്ച് ബ്രോഷർ നിങ്ങൾ ഹാൻഡ് മെയ്ഡ് ബ്രോഷർ ചെയ്തപ്പോൾ ഓർക്കുന്നുണ്ടാവും, ഇന്നർ പേജസ് ഒക്കെ ഉണ്ട്, ഐറ്റ്നറി, അതുപോലെ അത് പ്രൈസിങ്, മറ്റ് പിക്ചേഴ്സ്. ഈ സെയിം മെത്തേഡ്സ് ഉപയോഗിച്ച് ബ്രോഷറിൻ്റെ മറ്റ് പേജുകളും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. കളേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഓരോ പേജും ഡിഫറെൻറ്റ് കളേഴ്സാക്കി ഡിസൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് വിവിധ തരം ഡിസൈൻസും കൊടുത്ത് ബ്രോഷർ ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യുമ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് ബാക്ക്ഗ്രൗണ്ട് കളറിന് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏവർക്കും ഒരു ബ്രോഷറിൻ്റെ ഫ്രണ്ട് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ലാബിലെ വർക്കുകൾ, ക്ലാസ്സുകൾ ആരംഭിക്കുന്ന മുറയ്ക്ക് ഇത് പല കോമ്പിനേഷനിലുള്ള ബ്രോഷേഴ്സ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോട്ടോഷോപ്പിലൂടെ ഒരു പേജ്, ബ്രോഷറിൻ്റെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ, അതൊരു ഡിസൈനിങ് സോഫ്റ്റ്വെയർ എന്ന് കൂടെ നമുക്ക് ഫോട്ടോഷോപ്പിനെ പറയാം. ബാക്കിയുള്ള പേജസ്, ഇപ്പോൾ ബ്രോഷർ നമ്മൾ ഹാൻഡ് മെയ്ഡ് ബ്രോഷർ ഉണ്ടാക്കിയപ്പോൾ അതിൽ പല പേജസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കിയുള്ള പേജസ് ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ കൊടുത്ത് ഈ പറഞ്ഞ സ്റ്റെപ്സ് ഉപയോഗിച്ച് അതിന്റെ ഡീറ്റെയിൽ ഐറ്റ്നറിയും ബാക്കി ഫോട്ടോസും ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക്
പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ക്ലാസ്സൊക്കെ പ്രാക്ടിക്കൽ ക്ലാസ് റൂമിലൊക്കെ തുടങ്ങുന്ന മുറയ്ക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബ്രോഷേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏവർക്കും ഇത് ബ്രോഷർ പ്രിപ്പറേഷൻ ഫോട്ടോഷോപ്പിൽ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഡൗട്ട്സ് നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ് ടു യു. താങ്ക് യു വെരി മച്ച്.